നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റത്തിനെ തുറന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ മൊണ്ണകൾ ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളും വിലയിരുത്തലുകളും ഒക്കെ തെറ്റാണ് എന്ന് സങ്കടത്തോടെ പറയേണ്ടി വരും. കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കുത്തിക്കഴപ്പെടുത്തിട്ട് മര്യാദയ്ക്ക് FSDL ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന്മാർക്ക് പ്രോഫിറ്റ് ഷെയറോ മാങ്ങിയ തേങ്ങ വേണ്ട കാണും. വർഷം 500 കോടിയിലധികം നഷ്ടം സഹിച്ചിട്ടായിരുന്നു FSDL ഈ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച് പോയത്. രഞ്ജിത്ത് ബജാജിൻ്റെ കുത്തിത്തിരിപ്പിൻ്റെ മസാല കേട്ട് സുഖം കൊണ്ട് കേസും പൊല്ലാപ്പും ഒക്കെ ആയി അനാവശ്യ ഡിമാൻഡിന് പോയ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അണ്ണാക്കിൽ ഇപ്പോൾ ലഡ് പൊട്ടിയ അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഇപ്പം സ്വന്തമായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ നടന്നു. മര്യാദയ്ക്ക് I-League 2 I-League 3 പോലും കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവന്മാർ ISL I-League ഒക്കെ കണ്ടക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത്തിരി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒടുവിൽ പോസിബിൾ ബിഡേഴ്സ് എന്ന് പറഞ്ഞ് ഇവന്മാർ വന്ന ആരും ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. ഇനി എങ്ങനെ സൂപ്പർ ലീഗ് നടത്തണം എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്ക് തന്നെ നിങ്ങളൊരു പ്രപ്പോസൽ കൊണ്ടുപോടാ മക്കളെ എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കൊണ്ടുവന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ഒരു 10 കോടിയുടെ പ്രപ്പോസൽ കൊണ്ടുവന്നു. അത് കൂടാതെ I-League ക്ലബ്ബുകൾ ഒരു 50 കോടിയുടെ പ്രപ്പോസൽ കൊണ്ടുവന്നു. രണ്ടും നിഷ്കരണം തള്ളിക്കളയുകയായിരുന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്തത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന 2 പ്രപ്പോസലുകളും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുവരെയും ഇന്ത്യൻ സൂപ്പർ ലീഗ് എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം.